പിന്നെ പറയാണ്, അങ്ങനെ അവർ ഈ ശക്തിയിൽ നിന്ന് അല്പം മോചിതയായ സമയത്ത് ഒരു മന്ത്രണമെന്നോണം ചെറിയൊരു വാക്ക് അവർ പിറുപിറുക്കുകയാണ്. അവരുടെ വായിലൂടെ ചുണ്ടിലൂടെ പുറത്തേക്ക് വന്നു ആ വാക്ക്. അവർ വീണ്ടും വീണ്ടും ആ വാക്കിങ്ങനെ ശ്വാസത്തോടൊപ്പം പറയാൻ ആരംഭിച്ചു. ഫ്രീ ഫ്രീ ഫ്രീ, സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം. അങ്ങനെ അവരുടെ ആ ഒഴിഞ്ഞ നോട്ടം, ഭയപ്പാടോട് കൂടിയുള്ള നോട്ടം അവരുടെ കണ്ണുകളിൽ നിന്ന് വരികയാണ്. അങ്ങനെ കണ്ണുകൾ കൂടുതൽ തീവ്രമായി തിളക്കമുള്ളതായി, അവരുടെ ഹൃദയമിടിപ്പുകൾ കൂടി വേഗത്തിൽ ആയി. അങ്ങനെ അവരുടെ രക്തം ചൂട് പിടിച്ച് അങ്ങനെ അവരുടെ ശരീരത്തിൻ്റെ ഓരോ ശരീരമാകെ അങ്ങനെ ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള, ആയാസപരമായിട്ടുള്ള, റിലാക്സ്ഡ് ആയിട്ടൊരവസ്ഥയിലേക്ക് വരികയാണ്. She did not stop to ask if it were not a monstrous joy that held her. അവരൊരിക്കലും തീർച്ചയായിട്ടും ഇതൊരു സന്തോഷമാണ് അത് അല്ലേ ഒന്നും ഇവിടെ അവർ സ്വയം ചോദിക്കുന്നില്ല. A clear and exalted perception enabled her to dismiss the suggestion as trivial. A clear and exalted perception enabled her to dismiss the suggestion as trivial. ഇവിടെ വ്യക്തമായ ഒരു ഉന്നതമായിട്ടുള്ളൊരു വീക്ഷണകോണ് അവർക്കുണ്ടായിരിക്കുന്നു. അങ്ങനെ അവരുടെ ഉള്ളിലുള്ള എല്ലാ ചോദ്യങ്ങളെയും കവച്ചു വയ്ക്കുന്ന ഒരു വീക്ഷണകോണ് അവർക്കിപ്പോൾ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ അവർക്ക് സൈക്കോളജിക്കലി, മാനസികപരമായിട്ട്, ഭൗതികപരമായിട്ടും ചില മാറ്റങ്ങൾ ഇപ്പോൾ കൈവന്നിരിക്കുന്നു. She knew that she would weep again. അവർക്കറിയാമായിരുന്നു താൻ ഇനിയും കരയും. തൻ്റെ പ്രിയപ്പെട്ട ആ നൈർമല്യമുള്ള തൻ്റെ ഭർത്താവ് മരണത്തിൽപ്പെട്ട് കൈകൾ അടക്കി വെച്ചുകൊണ്ട് കിടക്കുന്നത് കാണുമ്പോൾ ആ മുഖം തീർച്ചയായിട്ടും സ്നേഹത്തോടെ അല്ലാതെ എന്നെ നോക്കിയിട്ടേയില്ല. ഇപ്പോൾ അത് ഫിക്സ്ഡ് ആൻഡ് ഗ്രേ ആൻഡ് ഡെഡ്, ഇന്ന് നിശ്ചലമായി തീർന്നിട്ടുണ്ട്, മരിച്ചു പോയിട്ടുണ്ട് അദ്ദേഹം. But she saw beyond that bitter moment a long procession of years to come that would belong to her absolutely. പക്ഷേ ഇപ്പോൾ അവർ കാണുന്നു, കൈപ്പേറിയ ഈ നിമിഷത്തിനപ്പുറം വരാൻ പോകുന്ന നീണ്ട വർഷങ്ങളുടെ നിര, അത് തനിക്ക് സ്വന്തമാണെന്ന് അവർക്ക് മനസ്സിലായി. ഇവിടെ അവരുടെ മാറ്റം തുടങ്ങുന്ന ഭാഗമാണ്. മാറ്റം ഉണ്ടായിട്ടുണ്ട്, അത് നമുക്ക് കാണിച്ചു തരുന്ന ഭാഗമാണ് ഈ ഭാഗം മുതൽ. അങ്ങനെ അവരവരുടെ കരങ്ങൾ തുറന്ന് നീട്ടി വരാൻ പോകുന്ന ആ സുന്ദരമായ വർഷങ്ങളെ, ഭാവിയെ സ്വാഗതം ചെയ്യുകയാണ്, കൈനീട്ടി സ്വീകരിക്കുകയാണ്. There would be no one to live for her during those coming years. ഇവിടെ ഇനി വരാൻ പോകുന്ന വർഷങ്ങൾ ഇനി ഞാൻ ആർക്കു വേണ്ടിയും ജീവിക്കേണ്ട, ഞാൻ സ്വയം എനിക്ക് വേണ്ടി ജീവിക്കും. ഇവിടെ
ഒരു ശക്തമായ മനസ്സുകളും തന്നെ ഭരിക്കാൻ വരികയില്ല. with which men and women believe they have to right to impose a private will upon a fellow creature. പിന്നെ വിവാഹമെന്ന വിവാഹമെന്ന ആ കെട്ടുപാട്, അതിലൂടെ ചില വീക്ഷണകോണുണ്ട്. സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും വിശ്വസിക്കുന്നത് തൻ്റെ അഭിപ്രായം തൻ്റെ ഒപ്പമുള്ള ആളുടെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ളൊരു അവകാശമായിട്ടെടുക്കുന്നവരുണ്ട്. അതൊന്നും ഇനി ഉണ്ടാവാൻ പോകുന്നില്ല. നല്ല ലക്ഷ്യമായിക്കോട്ടെ, മോശപ്പെട്ട ലക്ഷ്യം, ക്രൂരമായിട്ടുള്ള ലക്ഷ്യമായിക്കോട്ടെ, the act seemed no less a crime as she looked upon it in the brief moment of illumination. എന്തായാലും ഇവിടെ ശരിക്കും ഇങ്ങനെ ചിന്തിക്കണതൊക്കെ ഒരു പാപമാണ്. പക്ഷേ അവരുടെ മനസ്സിലേക്ക് കുറച്ച് നേരത്തേക്ക് പല ചിന്തകളും കടന്നു വന്നു. വരാൻ പോകുന്ന സ്വാതന്ത്ര്യം നിറഞ്ഞ വർഷങ്ങളെക്കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാടുകളും ബോധവും വരികയാണ്, ചിന്തകളും വരികയാണ്. എങ്കിലും അവർ അദ്ദേഹത്തെ നന്നായി സ്നേഹിച്ചിരുന്നു. സംടൈംസ്, പലപ്പോഴും, ചിലപ്പോഴൊക്കെ സ്നേഹിക്കാതെ ഇരുന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നോക്കിയിട്ട് എന്താ കാര്യം? വാട്ട് കുഡ് ലവ്? ദ അൺസോൾവ്ഡ് മിസ്റ്ററി. എന്താ സ്നേഹത്തിന് ചെയ്യാൻ കഴിയുക? പരിഹരിക്കാൻ പറ്റാത്ത നിഗൂഢതയാണ്. Called for in face of this possession of self-assertion. Which is suddenly recognized as the strongest impulse of her being. ഇപ്പോൾ അവർ കൂടുതൽ വിശ്വസിക്കുന്നത് തൻ്റെ സ്വയമുള്ള ഈ മാറ്റത്തെക്കുറിച്ചാണ്. ഇവിടെ ഇപ്പോൾ അവരുടെ ഏറ്റവും ശക്തമായ അവസ്ഥയെ അവർ തിരിച്ചറിയുന്നു. താൻ സ്വയം വേറൊരു തലത്തിലേക്ക് എത്തിയതായിട്ട് അവർക്ക് തോന്നുകയാണ്. ഫ്രീ, ബോഡി ആൻഡ് സോൾ ഫ്രീ. സ്വാതന്ത്ര്യമാണ് എനിക്ക്. ശരീരവും ആത്മാവും ഇപ്പോൾ സ്വതന്ത്രമാണ്. അവരെപ്പോഴും മന്ത്രിച്ചു കൊണ്ടേയിരുന്നു. ജോസഫൈൻ അവിടെ അടച്ച വാതിലിൻ്റെ അവിടെ മുട്ടുകുത്തി ആ താക്കോൽ ദ്വാരത്തിലൂടെ ഉള്ളിലേക്ക് വിളിച്ച് പറയുകയാണ്, വാതിൽ തുറക്കൂ ലൂയി, ഞാൻ അപേക്ഷിക്കുകയാണ്, തുറക്കൂ വാതിൽ. നീ ഓരോന്ന് വിചാരിച്ച് സ്വയം അസുഖം വരുത്തി വയ്ക്കുകയാണ്. എന്താ നീ ചെയ്യണത് ലൂയി? ദൈവനാമത്തിൽ ഞാൻ പറയുകയാണ്, വാതിൽ തുറക്കൂ എന്ന് പറയണം. ഗാവേ, നിങ്ങൾ പോയിക്കോളൂ, ഞാനങ്ങനെ അസുഖമൊന്നും വരുത്തി വയ്ക്കില്ല. അവർ തീർച്ചയായും ജീവിതത്തിൻ്റെ അമൃത് കുടിച്ചുകൊണ്ടേയിരിക്കുകയാണ് ആ തുറന്ന ജനാലയിലൂടെ. അപ്പോൾ ഇവരുടെ ചിന്തകൾ ആദ്യം ദുഃഖമായിരുന്നു. അതിന് ചേഞ്ചഡായിട്ട് വേറൊരു തരം പർഗേഷനിലേക്ക്, ഒരു ശുദ്ധീകരണത്തിലേക്ക്, സ്ട്രോങ് ആയിട്ടുള്ള ഒരവസ്ഥയിലേക്ക്, നമ്മളൊക്കെ പറയാറില്ലേ, ഫെമിനിസ്റ്റിക്കായിട്ടുള്ള ശക്തമായ ഒരവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഭർത്താവിൻ്റെ വിയോഗം
അവരെ ദുഃഖിതയാക്കിയിരിക്കുന്നു. പക്ഷേ ഒപ്പം തന്നെ അതിൻ്റെ അപ്പുറത്തൊരു ചിന്ത, ഇനി തന്നെ ഭരിക്കാൻ ആരുമുണ്ടാവില്ല, എൻ്റെ കാര്യങ്ങൾ എനിക്ക് സ്വന്തം, എൻ്റെ സ്വാതന്ത്ര്യം എനിക്ക് മാത്രം, എൻ്റെ തീരുമാനങ്ങൾ എനിക്ക് തന്നെ എടുക്കാം. ഇങ്ങനെയൊക്കെയുള്ളൊരു ആറ്റിറ്റ്യൂഡായി മാറിയിട്ടുണ്ട് ഇപ്പോൾ അവരുടെ ബോധമണ്ഡലത്തിൽ. അപ്പോൾ ആ ഓപ്പൺ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കിയിട്ട് ചില പ്രത്യേക ദൃശ്യങ്ങൾ, ചിലയ്ക്കുന്ന കുരുവികൾ, വസന്തം, മഴ, ഫ്രഷ് എയർ, ഇതൊക്കെയായിരിക്കാം അവരുടെ മനസ്സിനെ ഇങ്ങനെ സ്വാധീനിച്ചിട്ടുണ്ടാവുക. അങ്ങനെ അവരുടെ സങ്കല്പങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. വരാൻ പോകുന്ന ദിവസങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങി. വസന്ത ദിവസങ്ങൾ, ഗ്രീഷ്മ ദിവസങ്ങൾ, എല്ലാ ദിവസങ്ങളും ഇനി എനിക്ക് സ്വന്തം. അങ്ങനെ പ്രാർത്ഥിക്കുകയാണ് അവർ. ദാറ്റ് ലൈഫ് മൈറ്റ് ബി ലോങ്, ജീവിതം ഇനിയും കുറേ കാലം ഉണ്ടാവണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഇന്നലെ കൂടി ഞാൻ വിചാരിച്ചതാണ്, ഒരു ഞെട്ടലോട് കൂടി, ജീവിതം വളരെ ലെങ്തിയാണ്, ഇതൊക്കെ ജീവിച്ച് തീർക്കണമല്ലോ, അല്ലെങ്കിൽ ഒരു ദുരിതങ്ങൾ നിറഞ്ഞിട്ടുള്ള വലിയ ജീവിതമായിരുന്നു ഇന്നലെ അവരെ അസ്വസ്ഥത സൃഷ്ടിച്ചത്. ഇന്ന് അവർക്ക് മാറ്റമുണ്ടാവുകയാണ്. ഇന്നവർ വലിയ ജീവിതത്തിന് വേണ്ടി, നീണ്ട ആയുസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സ്വാതന്ത്ര്യത്തോടു കൂടിയുള്ള ജീവിതം. അവരെണീറ്റു, അങ്ങനെ വാതിൽ തുറന്നു. നമ്മുടെ സഹോദരി വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ അവരുടെ കണ്ണുകളിലൊരു വിജയത്തിൻ്റെ ഭാവമുണ്ടായിരുന്നു. അങ്ങനെ വിജയദേവതയുടെ മുഖത്തുള്ള ഒരു ഭാവം, ഒരു ഭാവം അവർക്ക് മുഖത്തുണ്ടായിരുന്നു, കണ്ണുകളിലുണ്ടായിരുന്നു. അങ്ങനെ അവരവരുടെ സഹോദരിയുടെ ഒപ്പം രണ്ടുപേരും താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വരികയാണ് സ്റ്റെയർ കേസിലൂടെ. റിച്ചാർഡ്സ് എന്ന ഭർത്താവിൻ്റെ സുഹൃത്ത് അവരെ കാത്തു നിൽക്കുന്നുണ്ട് താഴത്ത്, അവിടെ സ്റ്റെയർ കേസിൻ്റെ താഴെ. ആരോ ഫ്രണ്ട് ഡോറ് തുറന്ന് വരുന്ന ശബ്ദം കേട്ടു. ബ്രൻലി മലാഡ്, അദ്ദേഹം വന്നിരിക്കുന്നു. ക്ഷീണിതനായിട്ടാണ്, യാത്രാക്ഷീണം. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ബാഗുണ്ട്, കുടയുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം ആക്സിഡൻറ്റ് നടന്നിടത്ത് ഇല്ലായിരുന്നു. മാത്രമല്ല, അങ്ങനത്തെ ഒരു ആക്സിഡൻറ്റ് നടന്നതായിട്ട് അദ്ദേഹം ഇല്ലായിരുന്നു. അങ്ങനെ ജോസഫൈൻ കരയുന്നത് കണ്ടപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു. റിച്ചാർഡിൻ്റെ വളരെ പെട്ടെന്നുള്ള ആ മുന്നോട്ട് വരവ്, അത് ഭാര്യയിൽ നിന്നും ആ ദൃശ്യം മറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജോസഫൈൻ ഇടയ്ക്ക് കയറി, ഭർത്താവായിട്ടുള്ള ബ്രൻലി മലാഡ് കയറി വരുന്നത് ഭാര്യ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ രണ്ടുപേരും കിണഞ്ഞ് ശ്രമിക്കുകയാണ്. എന്നിട്ട് ഭർത്താവിൻ്റെയും ഭാര്യയുടെയും ഇടയിലേക്ക് കയറി ആ കാഴ്ച മറയ്ക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം മാക്സിമം കിണഞ്ഞ് ശ്രമിക്കുകയാണ്. പക്ഷേ റിച്ചാർഡ്സ് വളരെ വൈകിപ്പോയിരുന്നു. അങ്ങനെ അവസാനം ഡോക്ടർമാർ വന്നു. അവർ പറഞ്ഞു, ഇവർ
മരണപ്പെട്ടിട്ടുണ്ട്. ഹൃദയാഘാതമാണ് കാരണം. സന്തോഷവും ആളുകളെ കൊല്ലും. അമിതമായ സന്തോഷവും ആളുകളെ കൊല്ലും. അപ്പോൾ ഇവിടെ ഭർത്താവ് മരിച്ചു വരുന്ന ആ ഭർത്താവ് തിരിച്ചു വരികയും സ്വാതന്ത്ര്യചിന്ത ഉടലെടുത്ത ഭാര്യയ്ക്ക് പെട്ടെന്ന് അമിതമായ ആവേശവും സന്തോഷവും അദ്ദേഹത്തെ കൊല്ലപ്പെടുത്തുകയും ചെയ്തു. ആക്ച്വലി അവർക്ക് സന്തോഷമായിരിക്കില്ല, മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ സന്തോഷമായിരിക്കും അവരെ വധിച്ചിട്ടുണ്ടാവുക, വെച്ചിട്ടുണ്ടാവുക. പക്ഷേ സന്തോഷമായിരിക്കില്ല അവരെ വധിച്ചിട്ടുണ്ടാവുക. അവരുടെ എക്സ്പെക്റ്റേഷൻസൊക്കെ തകർന്നു പോയില്ലേ, ഒരു പക്ഷേ അതായിരിക്കാം. അപ്പോൾ ഒരു കാര്യം നമ്മൾ ചിന്തിച്ചിട്ട് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഓപ്പോസിറ്റ് സംഭവിക്കുന്ന രീതിയാണ് ആൻറ്റി ക്ലൈമാക്സ്. അത്രയാണ്.